ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കൊന്നൊരു അടിപൊളി ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം കേട്ടോ. മിച്ചറിനേക്കാൾ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈസി റെസിപ്പിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോ അളവിൽ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് പരിപ്പ് നോക്കിയിട്ട് തന്നെ എടുക്കാം കേട്ടോ. നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്കിതൊരു 4-5 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിരാൻ വെക്കണം. നന്നായി വാഷ് ചെയ്തിട്ട് ഞാനതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നല്ല പോലെ നമ്മുടെ ചെറുപയർ പരിപ്പൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ടവലിലേക്കോ ഒരു തുണിയിലേക്കോ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ. നല്ല പോലെ ഇതിൻ്റെ ഈർപ്പൊക്കെ പോകണം. ഫാൻ ഇട്ടിട്ട് ഒരു മണിക്കൂർ ഒന്ന് നമുക്കത് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകാനായിട്ട് വെക്കാം. വെയിലുള്ള സമയത്താണെങ്കിൽ ഒരു 10 മിനിറ്റ് നല്ല പോലെ ഇളക്കിയിട്ട് ഒന്ന് വെയിലത്ത് വെച്ചാലും മതി കേട്ടോ. ഇത് ഏകദേശം നന്നായിട്ട് ഇതൊക്കെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഈ തുണിയിൽ നിന്ന് വിട്ട് വരണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ചിട്ട് നന്നായിട്ട് എണ്ണ ചൂടാകുമ്പോൾ കുറേശ്ശെയായിട്ട് നമ്മുടെ ഈ ചെറുപയർ പരിപ്പൊക്കെ ഇട്ടിട്ട് നല്ല പോലെ വറുത്ത് കോരാം കേട്ടോ. നല്ല ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതിയാവും. ഒരു 2-3 മിനിറ്റ് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കരിയാതെ ഒന്ന് വറുത്ത് കോരാം. ഞാൻ അതുപോലെ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 5-6 അല്ലി വെളുത്തുള്ളി നല്ല പോലെ ചതച്ചതിട്ടിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും വറുത്ത് കോരാം കേട്ടോ. ഇനി നമുക്ക് ചെറുപയർ പരിപ്പിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും നമ്മുടെ വറുത്ത് വെച്ച കറിവേപ്പിലയും വെളുത്തുള്ളി ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് മിക്സാക്കി എടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചെറുപയർ പരിപ്പ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കറുമുറാന്ന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈസി റെസിപ്പിയാണ്. മിച്ചർ പോലെ തന്നെ നല്ല ടേസ്റ്റാട്ടോ കഴിക്കാനായിട്ട്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ വേഗത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം.